വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രമ്യാസ് ഫാമിലി വ്ലോഗ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ്. അന്ന് നമ്മൾ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തതുപോലെ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് ടെൻഡർ കോക്കനട്ടിന്റെ പായസം മിക്സ്. ഡബിൾ ഹോഴ്സിന്റെ ആണ്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടിട്ട് വാങ്ങിയതാണ്. ഫസ്റ്റ് ട്രൈ ആണ്. ടെൻഡർ കോക്കനട്ടിന്റെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചത്. എന്താവും എന്നറിയില്ല, ടേസ്റ്റ് എന്തായിരിക്കും എന്നറിയില്ല. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ഈ പായസം മിക്സ് വെക്കാനായിട്ട് നമുക്ക് പാല് മാത്രമേ ആവശ്യമുള്ളൂ. പായസം മിക്സ് ചെയ്ത് വെക്കാനും പാല് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് പാല് മാത്രം മതി. അപ്പൊ നമുക്ക് രണ്ട് അവർ പാൽ എടുത്തിട്ടുണ്ടേ. 1.5 ലിറ്റർ പാലാണ് ഇതിൽ പറയുന്നത്. നമ്മൾ 1 ലിറ്റർ എടുത്തിട്ടുള്ളൂ. 1/2 ലിറ്റർ വെള്ളം ചേർക്കും. ഫസ്റ്റ് കവർ പാല് നമ്മൾ ഒഴിക്കുവാണ്. കുറച്ചെടുത്താൽ മതി വെച്ചാൽ. നെക്സ്റ്റ് അപ്പൊ 2 കവർ പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിക്കുകയാണ്. അപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. സാധാരണ പായസം മിക്സിലുള്ള പോലെ തന്നെ ഒരു പാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇതിനെ പൊട്ടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാൻ മാത്രം മതി. ഇതിനകത്ത് എന്താന്നുള്ളത് നോക്കട്ടെ. ഇത് എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഈ ഉണക്ക തേങ്ങ ഇല്ലേ, അതിന്റെ മണമാണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അകത്ത് ഇതിൽ സെപ്പറേറ്റ് മധുരമൊന്നും ഇടാൻ പറയുന്നില്ല. വയ്ക്കേണ്ട രീതി ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ വെച്ചാൽ മതിയാവും. ഒരു 1.5 ലിറ്റർ പാലെടുക്കാൻ പറയുന്നുണ്ട്. ഒരു 20 മിനിറ്റ് മതി എന്നാണ് പറയുന്നത് വേവിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ പാലിന് ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് കലക്കി കൊടുത്തോണ്ടിരിക്കണം. പൊങ്ങരുത് പാല് നമ്മുടെ ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കലക്കിക്കൊണ്ടിരിക്കണം. പാല് നന്നായിട്ട് തിളച്ച ഉടനെ ഈ മിക്സ് തട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മിക്സ് നമുക്ക് തട്ടി കൊടുക്കാം. മിക്സ് കംപ്ലീറ്റ് നമ്മൾ തട്ടിയിട്ടുണ്ട്. ഇതിലെന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ചൗരിയാന്ന് തോന്നുന്നു. ചൗരി ആണെന്ന് തോന്നണു, അറിയില്ല എനിക്ക്. എന്തായാലും ഇതൊന്ന് കുറച്ചു നേരം തിളക്കട്ടെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താന്നുള്ളത്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മള് തിള വന്നിട്ട്. മാറ്റമൊന്നും കാണുന്നില്ല. ചൗരി കുറച്ച് പൊങ്ങിയിട്ടുണ്ടോ അത്ര. നമുക്ക് 20 മിനിറ്റ് ആണ് ഇതിങ്ങനെ തിളപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റിൽ കൂടുതലായി. ഇനി കുറച്ച് ടൈം കൂടെ വെച്ചിരുന്നാ മതി. ഇതിപ്പോ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അവർ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി 20 മിനിറ്റ് അടച്ചു വെക്കണമെന്നാണ് അവർ പറയുന്നത്. സോ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളിനി ഇത് 20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമുള്ളത് കാണാം. അപ്പൊ നമ്മള് പായസം കുടിക്കാനായിട്ട് കുടിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് എന്താണ് അവസ്ഥയെന്ന് ആദ്യം നോക്കാം നമുക്ക്. പായസം ഒരുവിധം തണുത്തിട്ട് ഇരിപ്പുണ്ട്. ഒന്ന് ഇളക്കി നോക്കട്ടെ. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇത് ഫ്രീസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും ഇങ്ങനെ കട്ടിയാവുന്നത്. എന്തായാലും ഇതൊരു 4 hours ആണ് ഫ്രീസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതില് നമുക്ക് എന്തായാലും കുറച്ചെടുത്ത് ഫ്രീസ് ചെയ്യാം. കാരണം എല്ലാവർക്കും ഫ്രീസ് ചെയ്യുന്ന സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് കുറച്ചെടുത്ത് ഫ്രീസ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് ഇതിൽ തന്നെ വെച്ചിരിക്കാം. അത് നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് കോരി മാറ്റിയാണ്.
അതിന്റെ ഇടയിൽ പപ്പ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പം പപ്പയ്ക്ക് കൂടെ ഒരു ഗ്ലാസ് എടുക്കാം. മധുരം അധികം ഇല്ല കേട്ടോ, ഒരു ആവറേജ് മധുരമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മധുരമേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അമ്മ ഇവിടെ ചായ ഇടുന്ന ധൃതിയിലാണ്. ഇത് പപ്പയുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കണം. ഒരു സ്പൂണുമായിട്ട് നമ്മൾ പപ്പയുടെ അടുത്തോട്ടാണ് ആദ്യം പോകുന്നത്. എന്നിട്ട് ബാക്കി നമുക്ക് എടുത്ത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ടെൻഡർ കോക്കനട്ട് പായസം മിക്സ്. സ്പൂൺ വേണ്ട. വേറെ എന്താ എക്സ്പ്രഷനൊക്കെ വരികയാണ്. കാന്തിയ എണ്ണയുടെ മണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല, ഉണക്ക തേങ്ങയുടെ മണം. ആള് തിരിച്ചു വന്നിട്ടുണ്ട്, കൊള്ളത്തില്ലെന്നാ പറയുന്നത്. അത് അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. ഹലോ, ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഐസ്ക്രീമിന്റെ ടേസ്റ്റ്. മമ്മ പറയുന്നത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഹേനു ബേബിക്ക് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ പറഞ്ഞ പോലെ ടെൻഡർ കോക്കനട്ടിന്റെ ആ ഒരു ഐസ്ക്രീമിന്റെ സെയിം ഒരു ടേസ്റ്റ് ആണ് ഇതിലുള്ളത്. നമുക്ക് കുറച്ചെടുത്ത് ആദ്യം ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഫ്രീസ് ചെയ്തതിന് ശേഷമായിരിക്കും കറക്റ്റ് ടേസ്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ശേഷമായിരിക്കും നമ്മൾ കറക്റ്റ് റിവ്യൂ പറയുന്നത്. അപ്പൊ നമ്മൾ കോരിക്കൊണ്ട് ഇന്നെടുത്ത്. അപ്പൊ നമ്മൾ ഈ പാത്രം നിറയെ പായസം എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് ഫ്രീസറിനകത്തൊക്കെ വെക്കാം. ഫ്രീസറിലല്ല, ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. താഴത്തെ തട്ടിൽ വെച്ചാൽ മതിയാവും. അപ്പൊ 4 hours ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ഇരിക്കുന്നു ഒന്ന് എടുത്തു നോക്കാം. വലിയ മാറ്റമൊന്നും ഇല്ല ഇപ്പോഴും. നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. നേരത്തെ നമ്മളല്ലാതെ കുടിച്ചതിനെക്കാളും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. സൂപ്പർ സാധനം. ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. കുറച്ചുകൂടെ കുറുക്കി എടുക്കണമെന്ന് തോന്നുന്നു, കുറുകിയിട്ടില്ല. അപ്പം കുറച്ചുകൂടെ കുറുക്കി എടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ. എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബൈ.